പാലാ എം.എൽ.എ. മാണി സി കാപ്പൻ ഇടതുപക്ഷത്തിൻ്റെ നടുവൊടിച്ചിട്ടേ മടങ്ങുകയുള്ളൂ എന്ന വാശിയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്ത് തന്നെ അവഹേളിച്ച പിണറായി വിജയന് കണക്കിന് കൊടുത്താണ് അദ്ദേഹം മധുരപ്രതികാരം എന്ന രീതിയിൽ തന്നെ വിജയിച്ച് കയറിയത്. എന്നാൽ ഇത്തവണ അത് മാത്രമല്ല നീക്കം. കൃത്യമായും പല പാർട്ടികളെയും പിളർക്കാൻ കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നു മാണി സി കാപ്പൻ. അതിൽ അദ്ദേഹം ബാക്കി വെച്ച ഒരു കണക്കുണ്ട്. ആ കണക്ക് നികത്തുക തന്നെ ചെയ്യും. NCP ഔദ്യോഗികമായി മാണി സി കാപ്പനോടൊപ്പം ചേക്കേറിയാൽ കൃഷ്ണൻകുട്ടി വഴിയാധാരവും, അതായത് മന്ത്രിയായ കൃഷ്ണൻകുട്ടി കൃത്യമായും തേഞ്ഞൊട്ടും എന്ന് മാണി സി കാപ്പൻ അറിയാം. അതിനായി തന്നെയാണ് തിരുവല്ല MLA മാത്യു ടി തോമസിനെ മാണി സി കാപ്പൻ കൃത്യമായും UDFിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുവഴി രണ്ടാണ് നേട്ടം. ഒന്ന്, മാണി സി കാപ്പൻ ഔദ്യോഗികമായി ശക്തനാണെന്ന് തെളിയിച്ചാൽ NCPയുടെ വിഭാഗം, ശരത് പവാർ വിഭാഗം മാണി സി കാപ്പന് സമ്മതം കൊടുക്കും. അങ്ങനെ കാര്യങ്ങൾ എല്ലാ രീതിയിലും കാപ്പൻ അനുകൂലമാകും. ഔദ്യോഗിക NCP എന്നത് നിലവിൽ ഇപ്പോൾ ശരത് പവാറിൻ്റെ കയ്യിലല്ല, അത് അജിത് പവാറിൻ്റെ കയ്യിലാണ്. ചിഹ്നവും കൊടിയും എല്ലാം. പക്ഷേ അജിത് പവാറിൻ്റെ മഹാരാഷ്ട്രയിൽ പുല്ലുവില മാത്രമാണ്. അത് കേരളത്തിലുള്ള ഇടതുപക്ഷക്കാർ ഓർത്താൽ നന്ന് എന്ന് മാണി സി കാപ്പൻ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. വർഗീയവാദികളുടെ കൂടെ കൂട്ടുകൂടുന്ന NCPയാണ് ഇവിടെ CPIMന് ആവശ്യമെങ്കിൽ അത് നടക്കട്ടെ എന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, വർഗീയവാദികളുടെ കൂടെ കൂടുന്ന പല കക്ഷികളെയും CPIM വിടാതെ പിടികൂടിയിട്ടുണ്ട്. അതിലൊന്നാണ് NCP വിഭാഗവും, അതിൽ മറ്റൊന്നാണ് ജനതാദൾ സെക്കുലർ വിഭാഗവും. ഇത് രണ്ടും കൃത്യമായും BJPയുടെ സഖ്യകക്ഷികളാണ്. മഹാരാഷ്ട്രയിലെ മഹായുക്തി സഖ്യത്തിൻ്റെ സഖ്യകക്ഷിയാണ് അജിത് പവാർ. അതുപോലെ കർണാടകയിൽ JDS കൃത്യമായും BJPയുടെ സഖ്യകക്ഷിയാണ്. ലോക്സഭയിലും അങ്ങനെ തന്നെയാണ്. നിലവിൽ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ, മൂന്നാം ക്യാബിനറ്റിൽ, അവിടെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ് HD കുമാരസ്വാമി. ഇത്തരത്തിൽ ഇടതുപക്ഷം ഇന്നും ഇന്നലെയും ഒന്നും അല്ല ഡീല് തുടങ്ങിയത് BJPയുമായി. ഒളിഞ്ഞും തെളിഞ്ഞും പല ഏജൻറ്റുകൾ വഴിയും ഉദ്യോഗതലത്തിലും ഒക്കെ ഏജൻറ്റുമാർ കൃത്യമായി ഉണ്ട് ഇടതുപക്ഷത്തിന് ഡീൽ ഉറപ്പിച്ചു കൊടുക്കാൻ. ആ ഡീൽ എത്രത്തോളം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നത് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഇപ്പോഴേ തന്നെ ഇടതുപക്ഷം ജീർണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പല പ്രമുഖ നേതാക്കളും ഇടതുപക്ഷത്തിനെ തെറി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും കേരളത്തിൽ ഗതി പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ചെയ്തു വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുണ്ടക്കയിലെ ദുരന്തത്തിനെ പോലും അവിടെ ഉണ്ടാകുന്ന എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വെട്ടിപ്പ് നടത്തിയെന്നുള്ളത് കൃത്യമായി മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ അവിടെ എസ്റ്റിമേറ്റാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും തെറ്റിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് മാണി സി കാപ്പൻ്റെ ഈ മധ്യ തിരുവിതാംകൂറിലെ കളി ഏറ്റവും നിർണായകരമാകുന്നത്.